ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ബി.ഫാം പഠിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ട ചൂരൽമല സ്വദേശി നാജിയയ്ക്ക് സുമനസ്സുകളുടെ സഹായം. നാജിയയ്ക്ക് എറണാകുളത്തെ കോളേജിൽ പഠിക്കാനുള്ള അവസരവും ആദ്യ സെമസ്റ്റർ ഫീസും കൂട്ടായ്മ വാഗ്ദാനം ചെയ്തു. 24 വാർത്തയെ തുടർന്നാണ് ഈ ചെറിയ ഇടപെടൽ. ബി.ഫാമിന് പഠിക്കണമെന്ന ആഗ്രഹമായിരുന്നു നാജിയയ്ക്ക്. അതിന് കോളേജിൽ ചേരാൻ പോകുന്നതിന്റെ തലേ ദിവസമാണ് ഈ ദുരന്തം ഈ കുടുംബത്തെയും ബാധിച്ചത്. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും പഠനം എന്നതിനൊക്കെ സംബന്ധിച്ചിട്ട് വലിയ ആശങ്ക അവർ 24മായി പങ്കുവച്ചിരുന്നു. ഇപ്പോൾ അതിനൊരു പ്രതിവിധി ഉണ്ടായിരിക്കുന്നു. കുട്ടിയുടെ പഠനം ഇനിയും മുന്നോട്ട് പോകും. കുറച്ച് സുമനസ്സുകൾ അതിന് തയ്യാറാവുകയും കോളേജിലേക്ക് ചേർക്കുന്നതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുകയുമാണ്. ഇപ്പോൾ നാജിയയുടെ ഉമ്മ ഹാജറ ചേരുകയാണ്. ഒരാശ്വാസം ഉണ്ടല്ലേ? ഉണ്ട്, ആശ്വാസമുണ്ട്. മോളെ ഈ ന്യൂസ് കണ്ടതിന് ശേഷം ഇത് ആവശ്യം പറഞ്ഞ ആൾക്കാർ വിളിക്കുന്നുണ്ട്, എന്നെ വിളിക്കുന്നുണ്ട്. മോളെ കാര്യം പഠന കാര്യങ്ങൾ ഏറ്റെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. വ്യാഴാഴ്ച പോയി അഡ്മിഷൻ എടുക്കാൻ പോവാണ്. ഏത് കോളേജിലാ? അവള് പറഞ്ഞ് എറണാകുളം MGM കോളേജിലാണ്, അവിടെ തന്നെ പോകാൻ പറഞ്ഞു. വ്യാഴാഴ്ച ഞങ്ങൾ പോകാനുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാം സഹായിച്ച എല്ലാവർക്കും നന്ദി പറയാണ്. കുറേ ആൾക്കാർ ഇടപെട്ട് നല്ല സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ പോയി എന്താ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഞാൻ അതുപോലെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. MLA കണ്ടിരുന്നു. MLA അപ്പം തന്നെ കോളേജിൽ വിളിച്ച് കുറേ കാര്യങ്ങൾ ഫീസ് ഇളവ് ചെയ്യണമെന്നും കുറേ കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് അവിടെ തന്നെ അതും പറഞ്ഞെന്നുണ്ട്. കുറേ ആളുകൾ അറിയില്ല ആരൊക്കെ കുറേ നല്ല മനസ്സിലുള്ള ആളുകൾ ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പം എന്നാണ് പോകേണ്ടത് കോളേജിലേക്ക്? കോളേജിലേക്ക് വ്യാഴാഴ്ച പോകണം. വ്യാഴാഴ്ച പോയി അഡ്മിഷൻ എടുക്കുക. പിന്നെ എന്നാ ക്ലാസ് തുടങ്ങണം, അപ്പം മോളെ കൊണ്ടാക്കി കൊടുക്കുക. ഈ ദുരന്തത്തിൽ പേടിച്ചിട്ട് മകള് ഇവിടെ നിന്ന് മാറിയെന്ന് പറഞ്ഞു. എൻ്റെ ബന്ധുവീട്ടിൽ തന്നെയാണ്. എൻ്റെ വീട്ടിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പം മേപ്പാടി ഉണ്ട്. കഴിഞ്ഞ ഞങ്ങൾ വീടൊക്കെ ഒന്ന് ശരിയാക്കി അങ്ങോട്ട് പോകും. വീടിന് കുഴപ്പമൊന്നുമില്ല, എന്നാലും അങ്ങോട്ട് പോകും. പേടിയാണ്, മക്കൾക്ക് പേടി, അത്രേ ഉള്ളൂ. ആ വാർത്ത വന്ന് നല്ലൊരു ഇതായിപ്പോയി. എല്ലാവരും സഹായിക്കാന്നില്ല മനസ്സിലുള്ള ആൾക്കാർ വന്നു സഹായിക്കാന്ന് പറഞ്ഞ് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നാജിയയുടെ മാത്രമല്ല, ഏകദേശം ഒരു MBBS അടക്കം പഠിക്കുന്ന 8 വിദ്യാർത്ഥികളുടെ പഠനം സുമനസ്സുകൾ ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മ ഇതുപോലെ ഏറ്റെടുക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി, നല്ല പ്രവർത്തനങ്ങൾ കൂടി ഈ ദുരന്തഭൂമിയിൽ നടക്കുന്നുണ്ട്. അഭിത്തിനൊപ്പം വിപിൻ C. വിജയൻ, 24.